ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്ന് ഒരു സ്റ്റോക്കിൽ, ഇന്നല്ല കുറച്ച് ദിവസമായിട്ട് ഒരു സ്റ്റോക്കിൽ ഒരു അൺയൂഷ്വൽ വോളിയം കാണുന്നു. സെബി അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്, അവർ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുമുണ്ട്. എന്തായാലും ആ സ്റ്റോക്ക് ആ വോളിയത്തോടു കൂടി നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്നതുകൊണ്ട് വളരെ ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഈ ഒരു സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് മുമ്പ് ഇങ്ങനെ വോളിയം വന്നപ്പോൾ ഈ ഒരു കർസർ നിൽക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു വോളിയം വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 33 രൂപ ആ റേഞ്ചൊക്കെ ആയിരുന്നു. അത് 1500 1400 മുകളിലേക്ക് വരെ പ്രൈസ് പോയിട്ടുണ്ടായിരുന്നു. ഓർക്ക് അത് 33 നിന്ന് ആണ് ഈ ഇത്രയും പോയേക്കുന്നത്. 2013 മുമ്പാണ് ഈ ഒരു വോളിയം ഇവിടെ പ്രതീക്ഷപ്പെട്ടത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചാർട്ട് എന്ന് പറയുന്നത് മന്ത്ലി ചാർട്ടാണ്. ചില കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒളിച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ വോളിയം എന്ന് പറയുന്നത്. പുതിയ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഏഞ്ചൽ വണ്ണിൻ്റെ ഉണ്ട്, അപ്സ്റ്റോക്സിൻ്റെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലിങ്ക് വേണേലും ഉപയോഗിച്ച് എടുക്കാവുന്നതാണ്. കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഏഞ്ചൽ വണ്ണാണ്, കാരണം ഞാൻ ഏഞ്ചൽ വണ്ണിൻ്റെ ഓതറൈസ്ഡ് പേഴ്സണാണ്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ മാത്രമാണ് അക്കൗണ്ട് എടുക്കുന്നതെങ്കിൽ അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ആപ്ലിക്കേഷനിലും എൻ്റെ പേരും എൻ്റെ നമ്പറും കാണും. ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, ആ വാട്സപ്പിൽ അറിയിക്കുക. ഏഞ്ചൽ വണ്ണിലെ ആപ്ലിക്കേഷനിലും അസറ്റ് പ്ലസിലെ ആപ്ലിക്കേഷനിലും പേരും വാട്സപ്പ് നമ്പറും ഉണ്ടാവും. അപ്പോൾ അതിൽ മെസ്സേജ് അയയ്ക്കുക. അത് കൂടാതെ ഞാൻ എക്സ്ട്രാ ഒരു വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുമുണ്ട്. ഏത് നമ്പറിൽ മെസ്സേജ് അയച്ചാലും എനിക്കിവിടെ കിട്ടും. അക്കൗണ്ട് എടുത്തവർ അറിയിക്കുക. അപ്പോൾ വലിയ ക്വാണ്ടിറ്റി ട്രേഡ് നടന്നിട്ടുണ്ടെങ്കിലാണ് ഈ വോളിയം ഉണ്ടാകുക. വോളിയം ഉണ്ടാകുമ്പോൾ ഓർക്കുക, അത് ബൈ മാത്രമായിരിക്കില്ല, സെല്ലും ആയിരിക്കും. എന്നാലാണ് ഒരു ട്രേഡ് നടക്കുക. ഇപ്പോൾ ഒരു 10,000 ക്വാണ്ടിറ്റി ബൈ നടക്കണമെങ്കിൽ 10,000 ക്വാണ്ടിറ്റി സെല്ലും നടക്കണം. അപ്പോൾ അവിടെ സെല്ലും നടന്നിട്ടുണ്ട്. ഈ വോളിയം വന്നിട്ട് പ്രൈസ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അതൊരു പോസിറ്റീവ് ആയിട്ട് കണക്ക് കൂട്ടാം. അപ്പോൾ വോളിയം വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളുണ്ട്. സ്റ്റോക്ക് താഴേക്കും പോകാം കേട്ടോ വോളിയം വരുമ്പോൾ. കാരണം സെല്ലിങ് വന്നാലും താഴേക്കും, സെല്ലിങ് പ്രഷർ വന്നാലും താഴേക്കും പോവാം. അതുപോലെ തന്നെ ബയ്യിങ് ആണെങ്കിൽ അത് മുകളിലേക്കും പോവാം. അപ്പോൾ ഇത് ബയ്യിങ് ആകാൻ സാധ്യത കൂടുതലാണ്. ഇതൊക്കെ നമുക്കൊരു അസംഷനാണ് പറയാൻ പറ്റുള്ളൂ. ഉറപ്പിച്ചത് ബൈ ആണെന്നൊന്നും പറയാൻ പറ്റില്ല, സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനുള്ള റീസൺസ് ഞാനിവിടെ പറയാം. ഒന്ന്, ഈ ഒരു ഭാഗത്ത് നമ്മൾ കണ്ട വോളിയം, അതിനുശേഷം സ്റ്റോക്ക് നല്ല രീതിയിൽ മുകളിലേക്ക് പോയി. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചാർട്ട് മന്ത്ലി ചാർട്ടാണ്. അപ്പോൾ ഇതിൽ കറക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ക്യാൻഡിൽ ഒരു മാസമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഡെയിലി അല്ല കേട്ടോ. അതായത് ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഒരു വോളിയം വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കയറി അങ്ങ് പോകുന്നില്ല, അല്ലെങ്കിൽ മാർക്കറ്റിലുണ്ടാകുന്ന കയറ്റിറക്കങ്ങൾ സ്റ്റോക്കിനെയും ബാധിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും അത് വരിക. അല്ലാതെ ഇന്ന് വോളിയം വന്നു, അപ്പോൾ ഇന്നങ്ങ് പൈസ ഇട്ടു, ഒരു മാസം കൊണ്ട് നമുക്ക് 100% കിട്ടി, അങ്ങനെയൊന്നും അല്ല. ഇതൊരു എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് 2013 മുമ്പ് വന്ന ഈ വോളിയം. അതിനുശേഷം വീണ്ടും 2016 ശേഷം ഇവിടെ ഒരു വോളിയം, അതുപോലെ ഒരു വോളിയം നമുക്ക് കാണാൻ പറ്റും, വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ടേക്കുന്ന 2019 ശേഷം ഒരു വോളിയം, വലിയൊരു വോളിയം വന്നിട്ടുണ്ട്. ഇങ്ങനെ 3 വലിയ വോളിയംസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതിനെ കഴിഞ്ഞും വലിയ വോളിയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇത് ചാർട്ട് കാണാം. അപ്പോൾ ഈ മാസമാണ് ഈ വോളിയം വന്നേക്കുന്നത്. ഈ മാസം എന്ന് പറയുമ്പോൾ ഇന്ന് ഡേറ്റ് 10-ാം തീയതി. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജൂലൈ 10 അതായത് ഈ 10 ദിവസത്തിനുള്ളിലാണ് ഇത്രയും വലിയ വോളിയം. ഇതിനു മുമ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഭീകര വോളിയം ഉണ്ടല്ലോ, അപ്പോൾ ആ വോളിയത്തെ കഴിഞ്ഞ് കൂടുതൽ വോളിയം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇതൊട്ടും എക്സാജറേറ്റ് ചെയ്തൊന്നും പറയുകയല്ല. ഇത് മുകളിലേക്ക് പോയില്ലോ എന്ന് എനിക്കറിയത്തില്ല. ഒരിക്കലും ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റും അല്ല. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഈ കമ്പനിയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഈ കമ്പനി രൂപം കൊണ്ടിട്ട് വന്നിട്ടുള്ള ഏറ്റവും വലിയ വോളിയൊന്നും അല്ല ഇത്. ഇവിടെ നമ്മൾ കാണുന്ന ചാർട്ട് 2012 മുതൽ 2025 വരെയുള്ള ചാർട്ടാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ ഇതിന് മുമ്പും ഈ കമ്പനിയിൽ ഇതുപോലുള്ള വോളിയം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാർട്ടിന് വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനറിലാണ് പോയത്. ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. റിലാക്സോ ഫുഡ്വെയർ ആണ് കമ്പനി. 517 രൂപയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇന്നും അത് 3.41% അപ്പാണ്. ഇത് കുറച്ച് ദിവസമായി ഇങ്ങനെ അപ്പാക്കാൻ തുടങ്ങിയിട്ട്. ഈ കമ്പനിയെക്കുറിച്ച് ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. ഒരു ഡിസ്കൗണ്ട് പ്രൈസിലാണെന്നുള്ളത് മറ്റേ ആ ചാർട്ട് കണ്ടപ്പോൾ മനസ്സിലായല്ലോ. ഇത് കണ്ടോ, ഈ ചാർട്ട്, ഇതിപ്പോൾ ഞാൻ മാക്സിമം ഡാറ്റ എടുത്ത് വെച്ചേക്കാണ്, മാക്സിമം ഡാറ്റ. അപ്പോൾ ഇവിടെ വലിയ വോളിയംസ് ഒക്കെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പം വന്നിരിക്കുന്നതിനെ കഴിഞ്ഞൊക്കെ ഭയങ്കര വോളിയം 2007 വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് വർഷം മുമ്പാണ് കേട്ടോ, 2007. ഓക്കെ, ഇത് 2007 തന്നെയാണ്.
അപ്പം ഈ 2 ക്യാൻഡിൽ ഇവിടെ കാണാൻ പറ്റും അല്ലേ? വോളിയത്തിൻ്റെ ക്യാൻഡിൽ ഭീകരമായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു ചാർട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്കവിടെ 2012 മുതലുള്ള ചാർട്ടാണ് അവൈലബിൾ. അത് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ദാ ഞാൻ നേരത്തെ അവിടെ പറഞ്ഞിട്ടുള്ള വോളിയംസൊക്കെ ഇവിടെയും ഉണ്ട്. പക്ഷേ ഈ ഒരു വോളിയം വന്നിരിക്കുന്നത് ഭയങ്കര കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അതൊരു ഭയങ്കര വോളിയമായിരുന്നു. അന്ന് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രൂപ, രൂപ, രൂപ 50 പൈസ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. രൂപ 50 പൈസ, രൂപ 80 പൈസ എന്നൊക്കെ ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. പക്ഷേ അത്രയും പഴയതാണ്, പണ്ടാണ്. അന്നൊക്കെ നമ്മുടെ രൂപയ്ക്ക് ഇതിൽ മൂല്യം ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് ഈ രൂപ അല്ല രൂപ എന്ന് പറയുന്നത് വലിയ തുക തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് വോളിയം നോട്ടീസ് ചെയ്തപ്പോൾ കണ്ടിട്ടുള്ള ചില സംഭവങ്ങൾ. പക്ഷേ അന്നത്തെയൊക്കെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ഈ വോളിയം വന്നതിന് ശേഷം പ്രൈസ് മുകളിലേക്കാണ് പോയത്, താഴേക്കല്ല, മുകളിലേക്കാണ് പോയത്. ഒരുപാട് വർഷങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഈ വോളിയം വന്നു, നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഡിസംബർ 2006 വന്നിരിക്കുന്ന വോളിയമാണിത്. അതിനെക്കഴിഞ്ഞും കൂടുതൽ വന്നിരിക്കുന്നത് ജൂലൈ അല്ല, ഓഗസ്റ്റ് 2007 അതായത് ഒരു വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഉണ്ട് കേട്ടോ. 1.60 ആയത് 2 രൂപയുടെ മുകളിലൊക്കെ പോയി. പിന്നീട് അത് 3.50 ഇപ്പോൾ നമുക്ക് കാണാം. അതിന് ശേഷം ഇത് 2 രൂപയിലേക്ക് താഴ്ന്നു വന്നു. 2 രൂപ, പിന്നെ 1.80 അത് വീണ്ടും പഴയ റേറ്റിലേക്കൊക്കെ വന്നു. ഇപ്പോൾ 2009 ജനുവരിയാണ്. 1.80, 1.60, 1.55, പിന്നീട് പെട്ടെന്ന് അത് 3 രൂപ സംതിങ്ങിലേക്ക് മാറി. കണ്ടോ, 3 രൂപ സംതിങ്ങിലേക്ക് മാറി. പിന്നീട് 9 രൂപ, 10 രൂപ, അതായത് മൾട്ടി ബാഗർ. അപ്പോഴത്തേനും മൾട്ടി ബാഗർ റിട്ടേൺ കിട്ടി. 2010 പിന്നീട് 2011 ആയപ്പോൾ 10, 14 രൂപ, 15 രൂപയായി. 20 രൂപ, 21 രൂപയായി. 11 ആയപ്പോഴത്തേനും 12 ആയപ്പോഴത്തേനും 35 രൂപ, 36 രൂപ, 40 രൂപ, അങ്ങനെ 13 ആയപ്പോഴും 30, 26 അങ്ങനെ താഴേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ 40 രൂപയും താഴേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇത് 26 വന്നിട്ടുണ്ട്. 14 ആയപ്പോഴത്തേനും 50, 60, 70 അങ്ങനെ പോകുന്നു. 80, 90, 100. അത് താഴേക്ക് പോവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പിറ്റേ ദിവസം തൊട്ട് പറന്ന് കയറുമൊന്നുമല്ല. നമുക്ക് ഹിസ്റ്ററി അങ്ങനെയാണ് കാണിക്കുന്നത്. പറന്ന് കയറുമൊന്നുമല്ല. അത് താഴേക്ക് വന്നിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ആണെങ്കിലും താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലായല്ലോ. വലിയ വോളിയം വന്നിട്ട് സ്റ്റോക്ക് നല്ല രീതിയിൽ മുകളിലേക്ക് കയറിയത് നമ്മൾ കണ്ടു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കറക്ഷൻസ് ഉണ്ട്. കറക്ഷൻസിന് അതീതമൊന്നുമല്ല സ്റ്റോക്ക്, കറക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഒരു സ്റ്റോക്ക് നമുക്ക് വാങ്ങണം അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നന്നായിട്ട് മനസ്സിലാക്കിയേ പറ്റൂ. എന്താണ് ആ കമ്പനി ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ആക്ടിവിറ്റി എന്നുള്ളത്. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞു 1400 സംതിങ്ങിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സ്റ്റോക്ക് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. 1400 കൂട്ടിക്കോ, 450 കണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 517 രൂപയിലാണ്. അപ്പോൾ 1400, 517, അപ്പോൾ 50% അല്ല അല്ലേ, ഏകദേശം ഒരു 70-80% ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഞാൻ മനക്കണക്ക് കൂട്ടിയതാണ്, കറക്റ്റ് കൂട്ടിയതല്ല. അപ്പോൾ അത്രയും ശതമാനം ഡിസ്കൗണ്ടിലാണ് അല്ലെങ്കിൽ അത്രയും താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അടുത്തത് 2022 തൊട്ട് ഈ സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലായിരുന്നു. ഇത് 2025 അതായത് 2022 11 മാസം. ഓക്കെ, 2022 തുടക്കം മുതൽ കൂട്ടിക്കോളൂ. 2022 തുടക്കം മുതൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആർക്കും ലാഭം കിട്ടിയിട്ടില്ല. ഇത് പിന്നെ താഴേക്ക് പോകുന്നു. ഇവിടെയൊക്കെ ഈ ഡൗണിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ചെറിയ ലാഭങ്ങൾ സ്വിങ് ട്രേഡൊക്കെ ചെയ്ത് എടുത്തവരുണ്ടാകാം. അല്ലാതെ നോർമലി നോക്കുമ്പോൾ അതിന് 2022 ശേഷം ഇൻവെസ്റ്റ് ചെയ്ത് ആർക്കും ലാഭം കിട്ടിയിട്ടില്ല. അവർ ഹ്യൂജ് ലോസിലായിരിക്കും നിൽക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇത് ജീവിതകാലം മൊത്തം നിൽക്കുമോ? ഇല്ലായിരിക്കും അല്ലേ. തിരിച്ച് കയറുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. ഓക്കെ, അത് നിങ്ങൾ തന്നെ സ്റ്റഡി ചെയ്യുക. ഇനിയും കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, അതുകൂടി അറിയിക്കാം. എന്തായാലും നിങ്ങളുടെ സ്റ്റഡിക്ക് അത് എളുപ്പമായിരിക്കും. ഞാൻ ചാറ്റ് GPT-നോട് ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ, ഇത് ലേറ്റസ്റ്റ് ന്യൂസാട്ടോ. അപ്പോൾ എന്നാൽ ന്യൂസ് തന്നെ ആദ്യം നോക്കാം. അപ്പോൾ ടെക്നിക്കൽസ് ഷോ മിക്സ്ഡ് ട്രെൻഡ്, ഇവാലുവേഷൻ റൈസ്ഡ്. ഓക്കെ, അത് മിക്സ്ഡ് അല്ല, ശരിക്കും പറഞ്ഞാൽ ബുള്ളിഷ് ട്രെൻഡ് ആണ്. ഇതിപ്പോൾ എന്ന് വന്ന ന്യൂസാണ്, മാർക്കറ്റ് മോജോയിൽ വന്ന അതാണ്, 9-ാം തീയതി വന്ന ന്യൂസാണ്. മിക്സ്ഡ് ടെക്നിക്കൽ ട്രെൻഡ്. പിന്നെ MACD കാര്യമൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഓടിച്ചു വിടാം, കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. സ്ട്രോങ് വീക്ക്ലി ഗെയിൻ അമിഡ്സ്റ്റ് മിഡ് ക്യാപ്പ് പ്രഷർ. ഓക്കെ, അപ്പോൾ വീക്കിലി വെച്ച് നോക്കാം, വീക്കിലി ചാർട്ടൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് ഇതിൽ നല്ല ടോപ്പ് ഗെയിനറി വന്നിട്ടുള്ള സ്റ്റോക്കാണ്. ടോപ്പ് ഗെയിനറി പലതും വന്നിട്ടുണ്ടാകും, അതിലൊരു സ്റ്റോക്കാണ്. ഇതും മാർക്കറ്റ് മോജോ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി എക്സ്ചേഞ്ച് ക്വസ്റ്റ്യൻഡ് വോളിയം സ്പൈക്ക്, അതായത് ഈ സ്റ്റോക്കിൽ വലിയ വോളിയം വന്നു എന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇത് എക്സ്ചേഞ്ച് ചോദിച്ചു എന്താണെന്ന്. BSE ആണ് ചോദിച്ചേക്കുന്നത്. BSE queried റിലാക്സോ എബൌട്ട് അൺയൂഷ്വലി ഹൈ ട്രേഡിംഗ് വോളിയം.
റിലാക്സോ റിപ്ലൈഡ് സ്റ്റേറ്റിംഗ് നോ അൺഡിസ്ക്ലോസ്ഡ് ഈവൻറ്റ്സ് ദാറ്റ് വാസ് പ്യുവർലി മാർക്കറ്റ് ഡ്രിവൺ ആൻഡ് കൺഫേംഡ് കോംപ്ലിയൻസ് വിത്ത് സെബി ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ റിലാക്സോനോട് ചോദിച്ചു, ഇതിൽ ഭയങ്കര വോളിയം നിങ്ങളുടെ കമ്പനിയിൽ ഭയങ്കര വോളിയം മാത്രമല്ല, എന്തുകൊണ്ട് വന്നു? റിലാക്സ് പറഞ്ഞു, അത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, നോർമലി നടക്കുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ നോർമലി നടക്കുന്ന വോളിയമില്ല, വോളിയം അൺയൂഷ്വലാണ്, പക്ഷേ ഇവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതോ അങ്ങനെയൊന്നും അല്ല, അല്ലാതെ നാച്ചുറലായിട്ട് വന്നിട്ടുള്ള വോളിയമാണ് എന്നാണ് റിലാക്സോ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ അഡീഷണൽ അപ്ഡേറ്റ് ഓക്കെ, അതൊക്കെ അവിടെ നിന്നോട്ടെ. ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. ലേറ്റസ്റ്റ് ന്യൂസാണ് ഞാൻ നോക്കിയത്. അതിലിപ്പം മെയിനായിട്ടും കണ്ടത് മാർക്കറ്റ് മോജൊക്കെ നല്ല രീതിയിൽ അത് കവർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇത്രയൊക്കെ തന്നെയാണ് ന്യൂസ് കണ്ടത്. ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ട്, അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ റിലാക്സോ ഫുട്വെയറിനെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചാറ്റ് ജി പിന്നോട് ചോദിച്ചു. അപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇന്ത്യാസ് ലാർജസ്റ്റ് ഫുഡ് വെയർ മാനുഫാക്ചർ, ചെരുപ്പ് കമ്പനിയാണ്, ചെരുപ്പ് കമ്പനി. അതറിയാമായിരിക്കില്ലല്ലോ, അറിയാം. ബാറ്റയും റിലാക്സോയും ഒക്കെ ബാഗുകളൊക്കെ ഉണ്ട്, ബാഗുകളുടെയൊക്കെ നിർമ്മാണമുണ്ട്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകൾ നമുക്ക് നോക്കാം. സ്പാക്സ്, പിന്നെ ഫ്ലൈറ്റ്, ബഹാമാസ്, പിന്നെ റിലാക്സോ ഡെയിലി വെയർ ആണ് റിലാക്സോ. ബാക്കിയെല്ലാം എന്തോ സ്പെഷ്യൽ സ്ലിപ്പേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്. കാഷ്വൽ ഷൂസ് അങ്ങനെയുള്ളതാണ്. ഓക്കെ, ഇനി ബ്രാൻഡ് അംബാസിഡേഴ്സ് സൽമാൻ ഖാൻ, അക്ഷയ് കുമാർ, കത്രീന കൈഫ് ആൻഡ് രൺവീർ സിംഗ്. അപ്പോൾ ഇവരൊക്കെയാണ് ബ്രാൻഡ് അംബാസിഡേഴ്സ്. നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട് അല്ലേ, നമുക്ക് ആവശ്യമുള്ളതുണ്ട്. മിഡിൽ ക്ലാസ് ആൻഡ് റൂറൽ ഇന്ത്യ ബിൽഡ് സക്സസ് ബൈ ടാർഗറ്റിംഗ്. ഓക്കെ, മിഡിൽ ക്ലാസ് ആൻഡ് റൂറൽ ഇന്ത്യ നല്ലതല്ലേ, അതായത് കച്ചവടവും കാര്യങ്ങളും കൂടുന്ന എല്ലാ സ്ഥലത്തും എത്തിയിട്ടുള്ള ഒരു വലിയ കമ്പനി തന്നെയാണ് കേട്ടോ അത്, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും എത്തിയിട്ടുള്ളത്. പിന്നെ ഹ്യൂജ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി, 18 കോടി പെയേഴ്സ് ഓഫ് ഫുഡ് വെയർ ആണ് ഒരു വർഷം നിർമ്മിക്കുന്നത്, 18 കോടി. ടോപ്പ് 5 ഫുഡ് വെയർ പ്രൊഡ്യൂസേഴ്സ് ഇൻ ഇന്ത്യ. പിന്നെ പാൻ ഇന്ത്യ പ്രസൻസ്, 400 എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ് അക്രോസ് ഇന്ത്യ. പിന്നെ ടയർ 2, 3 ആൻഡ് റൂറൽ മാർക്കറ്റ്സിലൊക്കെ ഉണ്ട്. പിന്നെ എക്സ്പോർട്ട്, അതും നമുക്ക് ആവശ്യമുള്ളതാണല്ലോ. എക്സ്പോർട്സ് ആൻഡ് ഗ്ലോബൽ റീച്ച്. അപ്പാർട്ട് ഫ്രം ഇന്ത്യ, റിലാക്സോ എക്സ്പോർട്സ് ടു സെവറൽ കൺട്രീസ് ഇൻക്ലൂഡിംഗ് പാർട്സ് ഓഫ് ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഓക്കെ, അപ്പോൾ ഇത്രയും സ്ഥലത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലിസ്റ്റഡ് കമ്പനിയാണ്, നമുക്കറിയാലോ. ഡിഫെൻസീവ് ആണെന്ന് പറയുന്നുണ്ട്, ഡിഫെൻസീവ് സ്റ്റോക്ക് ഡ്യൂ ടു കൺസേൺ. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ അവരങ്ങ് അടിക്കുമല്ലേ, അത് നോക്കണ്ട. സ്ട്രോങ് ഗ്രോത്ത് ഇൻ അത്ലേഷ്യർ, അതായത് സ്പോർട്സ് ആൻഡ് തോന്നുന്നു, യൂത്ത് മാർക്കറ്റിനൊക്കെ. ഓക്കെ, അവരുടെ ഒരു പ്രോഡക്റ്റാണ്. ഞാൻ ഈ ചെരുപ്പൊന്നും കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ ഈ ബാറ്റയുടെയൊക്കെ ഇഷ്ടമായി കണ്ടിട്ടുണ്ട്, ഇവരുടെ റിലാക്സോൻ്റെ അധികം കണ്ടിട്ടില്ല. ഇനി നമുക്കിവിടെ അധികം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പിന്നെ എൻവയോൺമെൻ്റലി കോൺഷ്യസ് ആണ്. ഓക്കെ, അത് നമുക്ക് എക്കോ ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ അത്രയും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചാറ്റ് ജി പി ടി പറഞ്ഞു തന്നത്. നമുക്ക് സ്ക്രീനറിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ചാർട്ട് കണ്ടു, വോളിയം കണ്ടു. ആ വോളിയം പറയാനാണ് ഞാൻ പ്രധാനമായിട്ടും വന്നത്. അപ്പോൾ അവരുടെ പ്രോഡക്റ്റുകൾ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 12,865 കോടിയാണ്. ആ വേറെ ഒരു സൈറ്റും കൂടെ നോക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. റിസൾട്ട് അപ്പോൾ 2025 ജൂൺ 3 ജൂൺ 2025, അതായത് ഈ Q4 റിസൾട്ടാണ് കേട്ടോ, മാർച്ചിലെ ആ റിസൾട്ടാണ്. അപ്പോൾ ആ റിസൾട്ട് വന്നേക്കുന്ന ആവറേജ് റിസൾട്ടാണ്, ഭീകരമായിട്ടുള്ള റിസൾട്ടല്ല, ആവറേജ് റിസൾട്ടാണ്. നോക്കട്ടെ. സെയിൽസ് ഡിക്രീസ്ഡ്, സെയിൽ ഡിക്രീസ്ഡ്, അപ്പം പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്. പിന്നെ ഓപ്പറേറ്റിംഗ് ഡിക്രീസ്ഡ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിക്രീസ്ഡ് ആണ്, നെറ്റ് പ്രോഫിറ്റ് ഡിക്രീസ്ഡ് ആണ്. പിന്നെ അത് കൂടുതലും നമുക്ക് നോക്കണ്ടല്ലോ. അപ്പം റിസൾട്ട് നെഗറ്റീവായിരുന്നു, ചെറിയ നെഗറ്റീവായിരുന്നു. പിന്നെ ഉള്ളത് BSE, ഇത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. റിലാക്സോ BSEയുടെ എൻക്വയറിക്ക് റെസ്പോണ്ട് ചെയ്തു. ആ വോളിയത്തിൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ, വോളിയത്തിൻ്റെ കാര്യം തന്നെയാണ് ഇവിടെ. 16 ജൂണിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അവരുടെ ആരാണത്, വൈസ് പ്രസിഡൻറ്റ്, യെസ്, അദ്ദേഹം രാജിവെച്ചു 16 ജൂണിൽ. അദ്ദേഹം രാജിവെച്ച് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഈ സ്പൈക്ക് കേട്ടോ, കാരണം ജൂലൈയിലൊക്കെ നല്ല വോളിയം വന്നിട്ടുണ്ട്. പുള്ളിയുടെ രാജിയോടുകൂടി കമ്പനി നന്നായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ കോൺകോള് കാര്യങ്ങളൊക്കെയാണ്. കോൺകോള് പ്രധാനപ്പെട്ടതാണെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ഇനിയിപ്പോൾ സ്ക്രീനറിലേക്കും കൂടെ പോകാം. ബുക്ക് വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ഇത് ഓവർ വാല്യൂഡ് ആണ് കേട്ടോ. സ്റ്റോക്കിൻ്റെ P 75 ഇൻഡസ്ട്രി P 46. ഇത് ഇനിയിപ്പോൾ എന്തായാലും താഴുമെന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ സ്റ്റോക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് തിരിച്ച് കയറുന്ന ഒരു ഇതാണ് കാണുന്നത്.
അപ്പോൾ ഇനി താഴുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല. നല്ല പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. ഫണ്ടമെൻ്റലി കുഴപ്പമില്ലാത്ത കമ്പനിയാണ്. അത് ഞാൻ പറയാൻ കാരണം ഫണ്ടമെൻ്റലി ആവറേജ് എന്ന് പറയും. മോശം കമ്പനിയല്ല, ഒരു ആവറേജ് എന്ന് പറയാം. ഒന്ന്, സ്റ്റോക്ക് ട്രേഡിംഗ് 6.19 ടൈംസ് ഓഫ് ഇറ്റ്സ് ബുക്ക് വാല്യൂ. ഓക്കെ, നല്ല കമ്പനികളൊക്കെ സാധാരണ അങ്ങനെ തന്നെയാണ്. 6 ഇരട്ടിയേ ഉള്ളൂ എന്ന് ആശ്വസിക്കാം. കമ്പനി സെയിൽസ് ഗ്രോത്ത് കുറവാണ്. ഓക്കെ, റിട്ടേൺ ഓൺ ഇക്വിറ്റി അല്ലേ, ROE 9.14. ഓക്കെ, ലാസ്റ്റ് 3 ഇയേഴ്സ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ. ഇവരുടെ പിയേഴ്സൊക്കെ നോക്കിയോ, മെട്രോമാൻസ്, ബാറ്റ ഇന്ത്യ, ക്യാമ്പസ്, റെഡ് ടേപ്പ്, ലിബർട്ടി ഷൂസ്, ശ്രീ ലെതേഴ്സ്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് സ്റ്റഡി ചെയ്യാം കേട്ടോ. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇത്രയും വോളിയം എന്തുകൊണ്ട് ഈ കമ്പനിയിൽ വന്നു, എന്താണ് ഇതിനു മുമ്പ് അങ്ങനെ വോളിയം വന്നപ്പോൾ അത് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കയറിപ്പോകുമെന്ന് അറിയില്ല. ഓക്കെ, പക്ഷേ അതാണ്, മറ്റ് കമ്പനികളിലൊന്നും ആ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. ഇതിൽ ഭീകരമായിട്ടുള്ള വോളിയം കഴിഞ്ഞ 2012 തൊട്ട് 25 വരെ, അപ്പോൾ 10-13 വർഷത്തിനുള്ളിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ വോളിയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അത് എന്തുകൊണ്ട് വന്നു, എന്നിട്ട് പ്രൈസ് കയറിയും പോകുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഭീകര റിസൾട്ട് വന്നാലോ, ഈ റിസൾട്ട് വരുന്നതല്ലേ ഉള്ളൂ, അപ്പോൾ വന്നാലോ അറിയില്ല. ഓക്കെ, 2014 മുതലുള്ള ഇയർലി സെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. കൂടി വരുന്നതും അതിങ്ങനെ മിക്സ്ഡ് ആകുന്നതും വലിയ ഗ്രോത്ത് ഇല്ലാത്തതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറെ ഒരു കാര്യം, ഒരു കമ്പനി വളർന്നാൽ മാത്രമേ അതിൻ്റെ ഷെയർ പ്രൈസ് വളരുള്ളൂ കേട്ടോ. അതുപോലെ നമുക്ക് പ്രോഫിറ്റ് ഒക്കെ നോക്കാം ഇല്ലേ, 200 കോടി, 170 കോടി, 150 കോടി, 292 കോടി, 233 കോടി, ഇങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് ന്യൂട്രി നിൽക്കുമ്പോഴോ, താഴേക്ക് പ്രോഫിറ്റ് അല്ലാതെ പ്രോഫിറ്റ് കുറയുമ്പോഴോ, താഴേക്ക് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കുറയുമ്പോഴോ കമ്പനി വളരില്ല. നമ്മളത് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് പൈസ കിട്ടില്ല. മുതലാളിക്ക് ഈ പ്രോഫിറ്റ് കിട്ടും, പക്ഷേ ഇൻവെസ്റ്റേഴ്സിന് കിട്ടില്ല. അപ്പോൾ അതാണ്. നമുക്ക് ഡിവിഡൻഡ് എത്ര കൊടുക്കുന്നുണ്ടെന്ന് നോക്കാം. 0.57% ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടോ, ചെറിയ ഡിവിഡൻഡ് ഉള്ളൂ, വലിയ കാര്യമില്ല. പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യം OPM. ഓക്കെ, OPM പേഴ്സൻറ്റ്, നമ്മൾ സെയിൽസൊക്കെ കുറവാണ് എന്നുള്ളതും പ്രോഫിറ്റൊക്കെ കുറവാണെന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞു. ലോസ് മേക്കിംഗ് കമ്പനിയല്ല, പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയാണ്. അതായത് നമ്മൾ ഇനി അറിയില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകും. റിസർവ്സ് നോക്കിക്കുക, 2073 കോടി റിസർവ്സ് ഇപ്പോഴും കമ്പനിക്കുണ്ട്. പിന്നെ ബോറോവിങ്, ഇതൊക്കെ അവർ വെറുതെ ഒരു രസത്തിന് ബോറോ ചെയ്യുന്നതായിരിക്കും അല്ലേ. ഓക്കെ, 213 കോടിയുള്ളൂ. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് കണ്ടല്ലോ, ഞാൻ പറഞ്ഞായിരുന്നു 12,865 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്. അപ്പം നമുക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാകും. ഇനി നമുക്ക് പ്രോഫിറ്റിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. പ്രൊമോട്ടർ ഹോൾഡിങ്ങും മറ്റുള്ള ഹോൾഡിങ്ങും നമുക്ക് CWIP നോക്കിക്കുക, 53 കോടിയുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ ഇപ്പോഴും ചെയ്തുകൊണ്ട്, അത് സ്ഥിരമായിട്ട് ഇവർ ചെയ്യുന്നതാണ് കേട്ടോ. അവരുടെ ലാഭത്തിൽ നിന്ന് ഒരു വീതം എടുത്തിട്ട് ഷോറൂമുകളും കാര്യങ്ങളും തുടങ്ങാനായിരിക്കും. അപ്പോൾ അത് ഉണ്ട്. ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നോക്കിക്കേ, വളരെ കൂടുതലാണ്, 406 കോടിയൊക്കെ ഉണ്ട് അല്ലേ. അതിന് മുമ്പൊക്കെ കുറവായിരുന്നു, ഇപ്പം നല്ല കൂടുതലുണ്ട്. വളരെ പോസിറ്റീവാണത്. ഡെപ്റ്റേഴ്സ് ഡേയ്സ്, ഇൻവെൻറ്ററി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കിക്കേ, ഇത് കുറച്ച് നാൾ മുമ്പ് 2022 ഓക്കെ, 22 തൊട്ട് ഇവർ കൂട്ടുന്നുണ്ടല്ലേ, കൂട്ടിയിട്ട് അന്നേരം കൂട്ടിയതേ ഉള്ളൂ, പിന്നെ കൂട്ടിയിട്ടില്ല, ചെറിയ രീതിയിൽ. ഓക്കെ, എനിവേ 71% എന്ന് പറയുന്നത് ഭീകരമാണ്, കുഴപ്പമൊന്നുമില്ല. FIs നോക്കിക്കേ, 3% ഉണ്ട്. DIs 10% അല്ലേ, 10.5% ഉണ്ട്. പബ്ലിക് 15% ഉണ്ട്. പബ്ലിക്കൊക്കെ മടുത്ത് കാണും. അപ്പോൾ അവിടെയൊന്നും വലിയൊരു പ്രശ്നമൊന്നും നമ്മൾ കാണുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കമ്പനി ഒരു 10-70% ഡിസ്കൗണ്ടിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ താഴേക്ക് പോകുമല്ലോ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ, ഇനി പോയാലും എന്തായാലും പോകും അല്ലേ. ഇത്രയും ഡിസ്കൗണ്ടിലാണ്, ഇവിടെ നിന്നാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ, എന്താണ് കമ്പനി, എന്തൊക്കെയാണ് പ്രോഡക്റ്റുകൾ, നമുക്കിത് വാങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു തീരുമാനം നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ഏതെങ്കിലും വിദഗ്ധരോട് ആലോചിക്കണമെങ്കിൽ ആലോചിച്ചിട്ട് മാത്രം ഡിസിഷൻ എടുക്കുക. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല, ഈ വീഡിയോയിൽ ഞാൻ രണ്ടാമതാണ് ഇത് പറയുന്നത് കേട്ടോ. ഒരിക്കലും ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല, സ്വന്തമായിട്ട് അനലൈസ് ചെയ്തും കാര്യങ്ങളുമൊക്കെ ചെയ്യുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇത് ഉപകാരമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എന്തായാലും ഞാനൊരു കുഞ്ഞ് ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുണ്ട്, അധികമൊന്നുമില്ല, ഒരു ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ സ്റ്റഡി ചെയ്യുമ്പോൾ എനിക്ക് അധികമില്ല കേട്ടോ, ഞാൻ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു, അത് പറയാൻ ഉള്ള ക്വാണ്ടിറ്റി പോലും ഇല്ല, ബാക്കി നോക്കിയിട്ടൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അല്ലാതെ ഭീകര ക്വാണ്ടിറ്റി ഒന്നും അങ്ങനെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോഴേ അങ്ങനെ എടുക്കാറില്ല.
ലോങ് ടൈമിലേക്ക് വേണ്ടിയാണ്. അപ്പോൾ ഒരുപാട് കമ്പനികൾ നമ്മളിങ്ങനെ സ്റ്റഡി ചെയ്യുമ്പം ഇഷ്ടപ്പെടുന്ന ഇങ്ങനെ വാങ്ങി വാങ്ങി വെക്കും. എന്നിട്ട് മുകളിലേക്ക് പോകുന്നത് ഹോൾഡ് ചെയ്യുക, താഴേക്ക് പോകുന്നത് എന്ത് ചെയ്യുക, വിൽക്കുക. വിറ്റ് അത് നഷ്ടം വരുന്നത് നമ്മൾ വേറെ രീതിയിൽ നഷ്ടം ETF മറ്റോ ഒക്കെ വാങ്ങിയിട്ട് കവർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അങ്ങനെ നഷ്ടം കവർ ചെയ്യുക. മുകളിലേക്ക് പോകുന്ന കമ്പനി അതിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഒരു 10,000 രൂപയ്ക്ക് മേടിച്ചാൽ പോലും അത് കൊടുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ വെക്കുക. അങ്ങനെയാകുമ്പോൾ മൾട്ടി പവർ കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ശക്തമായി കഴിയുമ്പോഴത്തേനും കൂടുതൽ ക്വാണ്ടിറ്റികൾ ഇപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങാൻ ശരിക്കും പറഞ്ഞാൽ പേടിയാണ്. എന്നാലും വാങ്ങലില്ലെന്നല്ല, നല്ല രീതിയിൽ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ പോർട്ട്ഫോളിയോയിലൊക്കെ ഉണ്ട്. പക്ഷേ വലിയ ക്വാണ്ടിറ്റി വാങ്ങുമ്പം ഞാൻ ഈയിടെ ഏതോ ഒരു സ്റ്റോക്ക് വാങ്ങി. അത് ആ സാധനത്തിൻ്റെ ഭയങ്കര രസമാണ്. അതിൻ്റെ പേര് മറന്നുപോയല്ലോ. ഈ ഇടയ്ക്കൊരു നല്ല രീതിയിൽ താഴെ പോകുന്നേ 1500-ലും 300-ലും ഒക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി ഇപ്പോൾ 100-ൻ്റെ താഴെ 50-ലും ട്രേഡ് ചെയ്തത്. അതെൻ്റെ കയ്യിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ് സ്റ്റോക്കിൻ്റെ കാര്യം. കുഴപ്പമില്ല, അത് ഞാൻ 10-25,000 രൂപയ്ക്കേ വാങ്ങിയുള്ളൂ. 25,000 രൂപയും പോയ പോലെയാണ്. അതായത് സെബി അന്വേഷണം വെച്ചു ഈ കമ്പനിക്ക് എതിരെ. അപ്പോൾ അവരന്വേഷിച്ച് ചെന്നപ്പം ഈ കമ്പനിക്ക് ഇവർ പറയുന്ന ഒരു ഫാക്ടറി പോലും ഇവർ ഇന്നടത്ത് ഫാക്ടറി ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസൊക്കെ വന്നു. ഇപ്പോൾ ന്യൂസിൻ്റെ കാര്യമൊന്നും അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ന്യൂസ് കാര്യങ്ങൾ വന്നു. അങ്ങനെയാണ് ഇത് വാങ്ങുന്നത്. പറന്ന് കയറിക്കൊണ്ടിരിക്കുക. എനിക്ക് നല്ല ലാഭമൊക്കെ കിട്ടി. ഞാൻ വീണ്ടും രണ്ടാമതും മൂന്നാമതും ഒക്കെ വാങ്ങിയതാണ്. നമുക്കറിയില്ലല്ലോ. അവസാനം എന്തോ ഒരു അന്വേഷണം വന്നു. സെബിയുടെ ഉദ്യോഗസ്ഥർ അവിടെ എത്തി. നോക്കിയപ്പം ഇവർ പറഞ്ഞ ആ ഫാക്ടറി പോലും അവിടെ ഇല്ല. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാവുന്ന കമ്പനിയാണ്. ഞാൻ പോർട്ട്ഫോളിയോ നോക്കാൻ പോകണം. അപ്പോൾ അത് പോയത് കൊണ്ട് വലിയ സംഭവമൊന്നുമില്ല. കാരണം ഞാൻ അത്ര 25,000 രൂപയ്ക്ക് അത് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. മറ്റ് കമ്പനികളും ETF ഒക്കെ ഉള്ളത് കൊണ്ട്. പക്ഷേ പോയതാണല്ലോ. ഞാൻ പിന്നെ വിൽക്കാനൊന്നും നിന്നില്ല. എന്തായാലും ഇവിടെ കിടക്കട്ടെ, ഒരു സ്മാരകമായിട്ട് അങ്ങനെ വെച്ചു. അപ്പം പിന്നെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പൈസ ഇല്ല ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അല്ലെങ്കിൽ ഇപ്പം ക്യാഷുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളൂ. നിങ്ങളോട് ഞാൻ തുറന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിങ്ങളോട് പറയാലോ, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.